ഹലോ മക്കളെ, വൺ പ്ലസ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോർമോണുകളെ പരിചയപ്പെട്ടു, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പം ഓരോരോ ഹോർമോണുകളെ ആയിട്ട് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്തറിയാൻ പോവുക. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു രണ്ട് ഹോർമോണുകളെ ഒന്നിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പ് ചോദിക്കട്ടെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? അപ്പോൾ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ഷീണം വരും, അല്ലെ തളർച്ച വരും. എന്തുകൊണ്ടാണ്? എന്നാലും ഭക്ഷണം കഴിക്കാതെ കുറച്ച് ദിവസമൊക്കെ ആളുകൾ സർവൈവ് ചെയ്യുന്നില്ലേ? അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതെ സർവൈവ് ചെയ്യുന്നത്? കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? പിന്നെ നമ്മളാണെങ്കിലോ, രാവിലെ അമ്മ ഉണ്ടാക്കി തന്ന ദോശയും കടലക്കറിയും ചായയും ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഗ്ലൂക്കോസ്, നമുക്ക് കിട്ടിയ എനർജി, ഇതൊക്കെ എവിടെ പോകുന്നുണ്ട്? അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാത്തവർക്ക് ഗ്ലൂക്കോസ് എനർജി ഒന്നും കിട്ടുന്നില്ലല്ലോ കുറച്ച് ദിവസത്തേക്ക്. അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അല്ലേ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഡൈജഷൻ സംഭവിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അല്ലേ? ചില നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ആഫ്റ്റർ ഡൈജഷൻ, ദഹനത്തിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ദഹനത്തിന് ശേഷം പക്ഷേ എന്താണ്, നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടാൻ പാടുണ്ടോ? ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടിയാൽ ശരിയാവുമോ? നമുക്ക് എപ്പോഴും ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബാലൻസ്, ആന്തര സമസ്ഥിതി അതേപോലെ പാലിക്കപ്പെടണ്ടേ? കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്, അല്ലേ? നമ്മൾ പറയില്ലേ, അധികമായാൽ അമൃതം വിഷമാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ആണെങ്കിലും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അതിനെ നിലനിർത്തുന്ന രണ്ട് ഹോർമോണുകൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മളൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, പാൻക്രിയാസ്, അല്ലേ? നമ്മുടെ പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. പാൻക്രിയാസിൽ കാണുന്ന ഒരു കോശ സമൂഹം അല്ലെങ്കിൽ സെൽ ക്ലസ്റ്റർ ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഓക്കെ, നമ്മുടെ പാൻക്രിയാറ്റിക് ഗ്ലാൻഡിൽ, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണുന്ന ഒരു കോശ സമൂഹം അല്ലെങ്കിൽ സെൽ ക്ലസ്റ്റർ ആണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ആ കോശ സമൂഹത്തിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സെൽസിനെ പരിചയപ്പെടാം. ഒന്ന് ആൽഫ സെൽസ്, ആൽഫ കോശങ്ങൾ. രണ്ട് ബീറ്റാ സെൽസ്, ബീറ്റാ കോശങ്ങൾ. ഈ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് നമ്മുടെ ഗ്ലൂക്കഗോൺ. ഇപ്പം നമ്മൾ ആദ്യം പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ടൊരു ഹോർമോണിനെ നമ്മൾ നേരിട്ട് പരിചയപ്പെടുവാണ്. അത് നമ്മുടെ ഗ്ലൂക്കഗോൺ ആണ്. ദെൻ മറ്റൊരു സെല്ലും കൂടി ഉണ്ട്, ബീറ്റാ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പം നമ്മൾ രണ്ടാൾക്കാരെ പരിചയപ്പെട്ടു. ആരൊക്കെയാണ്? ഗ്ലൂക്കഗോണും ഇൻസുലിനും. എവിടെയാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ പാൻക്രിയാറ്റിക് ഗ്ലാൻഡിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള ആൽഫ സെൽസ് ഗ്ലൂക്കഗോണിനെയും ബീറ്റാ സെൽസ് ഇൻസുലിനെയും സെക്രീറ്റ് ചെയ്യും. ഇവരെന്തിനാണ് സഹായിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? നമ്മുടെ സെല്ലിൽ, നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഗ്ലൂക്കോസ് നോർമൽ ലെവലിലായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്? 70 to 110 mg/100 ml ആണ് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. ഇത് നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോസ് ലെവൽ ഒന്ന് താഴുകയാണ്. ആ താഴുന്ന ഗ്ലൂക്കോസ് ലെവലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ഗ്ലൂക്കഗോൺ. ഓക്കെ, ദെൻ അത് ഉയർത്തിക്കൊണ്ട് വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? നമ്മൾ കുറേ ഫുഡെല്ലാം കഴിച്ചു, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെ താഴ്ത്തി നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് നമ്മുടെ ഇൻസുലിൻ. അപ്പം ഈ ഇൻസുലിനും ഗ്ലൂക്കഗോണും രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എപ്പോഴും നോർമലായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. അപ്പം നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്താണ്? 70 to 110 mg/100 ml. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആ നോർമൽ ലെവലിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? ചില നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ ജീവിക്കുന്നുണ്ട്, അല്ലേ? ചില ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ചുമ്മാതിരിക്കുന്നുണ്ട്. ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ അധികം കൂടാണ്ട് അധികം കുറയാണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഏതൊക്കെയാ? ഗ്ലൂക്കഗോണും ഇൻസുലിനും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും പരിചയപ്പെട്ട് കഴിഞ്ഞു, അല്ലേ? അവർ രണ്ടാളും കൂടെ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ നോർമൽ ലെവലിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നതെന്ന് നമ്മൾ പഠിച്ചു.
അപ്പൊ അവരെങ്ങനെയായിരിക്കും ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഇൻസുലിൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു അല്ലെ, നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചു, നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി അല്ലെ, അപ്പൊ നമുക്ക് അത്രയും ഗ്ലൂക്കോസ് വേണ്ട. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസുലിൻ ആ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റും. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എന്ത് രൂപത്തിലേക്ക് മാറ്റുന്നു, ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അതിനെ നമ്മുടെ ലിവറിലും മസിൽസിലും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മുടെ കരളിലും പേശികളിലും വെച്ച് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഏത് രൂപത്തിലേക്ക് മാറ്റുന്നു, ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റി അതിനെ അവിടെ സംഭരിച്ചു വെക്കും. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി, അപ്പോൾ ഭക്ഷണം കുറേ കൂടിപ്പോയി അല്ല, അത്രയും ഭക്ഷണം നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ട, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടാക്കി, ഇന്ന് നല്ല ചിക്കൻ ബിരിയാണി ആക്കി, അപ്പോൾ നമുക്ക് അത്രയും ഭക്ഷണം ഇന്ന് ആവശ്യമില്ല, നമ്മൾ കളയാനും നമുക്ക് മനസ്സില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നെങ്കിൽ നല്ല ഇതിൽ നമ്മൾ ചൂടാക്കി വെക്കും, അല്ലെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും അല്ലേ. അതേപോലെ വെച്ചാലോ അടുത്ത ദിവസത്തേക്ക് അത് മോശമാവും, നമുക്കത് നഷ്ടപ്പെടും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നെങ്കിൽ ചൂടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുന്നു. അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷെ നമ്മൾക്ക് എന്താ വിഷമമാണ് ഇത് കളയാൻ വേണ്ടി. അപ്പം അതുപോലെ തന്നെ നമ്മൾ അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനില്ല അല്ലെ, സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. അപ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റി ആലോചിച്ചത്, നമ്മുടെ ഫ്രിഡ്ജിൽ ബിരിയാണി ഇരിക്കുന്നുണ്ടല്ലേ, നമ്മൾ ആ ബിരിയാണി എടുത്ത് വീണ്ടും ചൂടാക്കി കഴിക്കുന്നു അല്ലേ. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഗ്ലൂക്കോസ് കുറേ ഉണ്ട്, ഇത്രയും ഗ്ലൂക്കോസ് നമുക്ക് വേണ്ട. അപ്പൊ ആ ഗ്ലൂക്കോസിനെ നമ്മുടെ ഇൻസുലിൻ എന്താക്കി കൺവേർട്ട് ചെയ്ത് വെക്കുന്നു, ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എവിടെ വെച്ച്, ലിവറിലും മസിൽസിലും കരളിലും പേശികളിലും വെച്ച്. അപ്പൊ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് അതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ഗ്ലൂക്കോസ് ലെവല്, കൂടിയ ഗ്ലൂക്കോസ് ലെവലിനെ കുറച്ച് എവിടെ എത്തിച്ചു, നോർമൽ ലെവലിലേക്ക് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, എന്ത് സംഭവിച്ചു, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു അല്ലെ. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ 2 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടിയില്ല. പക്ഷെ നമുക്ക് പ്രവർത്തിച്ചേ പറ്റൂ, നമുക്ക് എനർജി കിട്ടിയേ പറ്റൂ. അപ്പോൾ അവിടെ എങ്ങനെ എനർജി കിട്ടുന്നു, എങ്ങനെ നമ്മൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ക്ഷീണമൊക്കെ വരും, എന്നാലും നമ്മൾ സർവൈവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, അപ്പോഴാണ് ആര് വരുന്നത്, ഗ്ലൂക്കഗോൺ വരുന്നത്. നമ്മുടെ ലിവറിലും മസിൽസിലും നമ്മുടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഗ്ലൈക്കോജനെ വീണ്ടും കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഗ്ലൈക്കോജനെ മാത്രമല്ല നമ്മൾ ഫാറ്റ്, പ്രോട്ടീൻസ് അല്ലെ, അമിനോ ആസിഡ്സ്, ഇതിനെയൊക്കെ എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പൊ നമ്മുടെ കുറഞ്ഞ ഗ്ലൂക്കോസ് ലെവലിനെ ആര് കൂട്ടിക്കൊണ്ട് വന്നു, ഗ്ലൂക്കഗോൺ കൂട്ടി നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് ലെവല് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ ലെവലിൽ നിന്നും സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു, ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. പിന്നെ നമുക്കൊരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഭക്ഷണം കിട്ടാതെ വരുന്നു അല്ലേ. നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഫാറ്റ് അല്ലെ, നമ്മുടെ ഫാറ്റൊക്കെ എന്ത് ചെയ്യുന്നു, പതുക്കെ ഇല്ലാതാവുന്നു. നമ്മളെല്ലാവരും പറയും നമ്മൾ മെലിഞ്ഞു പോകുന്നു അല്ലെ, നമ്മുടെ ഫാറ്റ് എല്ലാം കുറയും അല്ലേ. അതിനുവേണ്ടി ആരും മെലിയാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതൊന്നും ഇരിക്കരുത്. നമ്മൾ ചിലപ്പം തളർച്ചയിലേക്കും മറ്റു പല രോഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഗ്ലൈക്കോജൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെയാ നോക്കുക, അവിടെ ഇവിടെയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും. ഇതിനെയൊക്കെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവർ 2 ആൾക്കാർ, ഇതൊക്കെ ഹോർമോണുകളാണ് നമ്മൾ പരിചയപ്പെട്ടെ, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇവർ 2 പേരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെ നോർമൽ ലെവലിൽ, സാധാരണ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും ടെക്സ്റ്റ് എടുത്ത്, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 42 ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇല്ലസ്ട്രേഷൻ ഒന്ന് വേഗം കംപ്ലീറ്റ് ചെയ്തേ. എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ, സാധാരണ നില എങ്ങനെയാണ്, 70 to 110 mg/100 ml. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ നോർമൽ ലെവലിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആരുടെ പ്രൊഡക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, ഗ്ലൂക്കഗോൺ ആണോ ഇൻസുലിൻ ആണോ?
നിങ്ങൾ തന്നെ പറഞ്ഞേ. ആരുടെ പ്രൊഡക്ഷൻ, ആരുടെ ഉൽപാദനമാണ് നമ്മൾ ഇംഗ്ലീഷ് ചെയ്യേണ്ടത്? എസ്. ആരുടെയാണ്? ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ഇൻസുലിന്റെ ഉൽപാദനം നമ്മൾ അവിടെ കൂട്ടുന്നു അല്ലേ? ദെൻ ഗ്ലൂക്കഗോണോ? ഗ്ലൂക്കഗോൺ നമുക്കിപ്പോ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കുറയുന്നു. ഓക്കെ, ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ലെവൽ ഓഫ് ഗ്ലൂക്കോസ്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വീണ്ടും കുറഞ്ഞു. ഇപ്പൊ ആരുടെ ഉൽപാദനമാണ് നമ്മൾ കൂട്ടേണ്ടത്, ഇൻക്രീസ് ചെയ്യിക്കേണ്ടത്? ഗ്ലൂക്കഗോൺ ആണോ ഇൻസുലിൻ ആണോ? എസ് അല്ലേ? ഗ്ലൂക്കഗോണിന്റെ പ്രൊഡക്ഷൻ ആണ് നമുക്കവിടെ ഉയർത്തേണ്ടത്. ഇൻസുലിൻ ഇപ്പൊ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ഇൻസുലിന്റെ ഉൽപാദനം നമ്മളവിടെ കുറയ്ക്കുന്നു. ഇവിടെ എന്താ ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്? നമ്മൾ എന്താ പഠിച്ചത് അല്ലേ? നമ്മൾ ഓൾറെഡി ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലൈക്കോജനെ നമ്മൾ വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അമിനോ ആസിഡിൽ നിന്നും ഫാറ്റിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ കുറഞ്ഞ ഗ്ലൂക്കോസ് ലെവലിനെ ഉയർത്തിക്കൊണ്ടുവന്ന് വീണ്ടും നോർമൽ ഗ്ലൂക്കോസ് ലെവലിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? ഓക്കെ, നമ്മൾ ഇൻസുലിനെയും ഗ്ലൂക്കഗോണിനെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഗ്ലൂക്കോസ് ലെവല് കൂടുമ്പോൾ അവിടെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നു, ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ അവിടെ ഗ്ലൂക്കഗോൺ പ്രവർത്തിക്കുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് കൂടാതെ കുറയാതെ ഒരു നോർമൽ ബാലൻസിൽ, ഏതാണ് ബാലൻസ്? 70 to 110 mg/100 ml, ആ നോർമൽ ലെവലിൽ നിലനിന്ന് പോകുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.